മാതാവിന് ഈശോയ്ക്കും നന്ദി. എൻ്റെ പേര് ഗീതു. ഞാൻ വരുന്നത് മൂവാറ്റുപുഴ ആവോലിൽ നിന്നാണ്. ഇത് എൻ്റെ അമ്മ, ഇതെൻ്റെ മോള് റിതു. എനിക്ക് മാതാവും ഈശോയും തന്ന ഒരു ഭാഗ്യാനുഭവത്തിൻ്റെ ഒരു സാക്ഷ്യം പറയാനാണ് ഞാൻ ഇന്നിവിടെ വന്നത്. ഞാൻ ആക്ച്വലി സൗദിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ഉടമ്പടി ആദ്യം ഇവിടെ വന്ന് എടുത്തതാണ്. അതിനു മുന്നേ ഞാൻ ഓൺലൈനിലാണ് ആദ്യമായിട്ട് എടുക്കുന്നത്. എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത്, എൻ്റെ മോള്, ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് 6 വർഷമായി. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ പല വിധത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തു, ഒരു ലാപ്രോസ്കോപ്പിയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്തു. പക്ഷേ ഞങ്ങൾക്ക് അത് കഴിഞ്ഞിട്ടും 1 വർഷത്തിൽ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളൊന്നും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞാണ് ഞാൻ സൗദി ചെന്ന് കഴിഞ്ഞ് അവിടെയുള്ളൊരു ചേച്ചി പറഞ്ഞാണ് ഞാൻ ഈ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത്. ആ ചേച്ചി വഴി ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കുകയും 2023 ആ വർഷം തന്നെ, ആ മാസം ഒരു ഓഗസ്റ്റ് മാസമായിരുന്നു, ആ മാസം ലാസ്റ്റ് തന്നെ ഞാൻ കൺസീവ് ആവുകയും ചെയ്തു. ആ ഒക്ടോബർ മാസത്തിൽ അഖണ്ഡ ജപമാല ഇവിടെ നടക്കുന്ന കാര്യം ആ ചേച്ചി എന്നോട് പറയുകയുണ്ടായി. അന്ന് ഞങ്ങൾ കുറേ സിസ്റ്റർമാരെല്ലാം കൂടെ ഞങ്ങൾ എൻ്റെ റൂമിൽ വന്ന് ഇവിടുത്തെ ഇന്ത്യൻ സമയം അനുസരിച്ച് ഞങ്ങൾ അവിടെ വെളുപ്പിനെ എണീറ്റ് അഖണ്ഡ ജപമാല ഓൺലൈനായിട്ട് ഞങ്ങൾ TV-യിൽ കണ്ട് ഫുള്ള് ഇവിടെ എപ്പോഴാണോ അത് തീരുന്നത് ആ സമയത്ത് ഞങ്ങളത് പ്രാർത്ഥിച്ച് അവിടെ അവസാനിപ്പിച്ച് ചേച്ചി എന്നോട് പറഞ്ഞു, എനിക്ക് ഭയങ്കര വയറുവേദനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചേച്ചി എന്നോട് പറഞ്ഞു, ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്ക്, നമുക്ക് എന്താവും നോക്കാമെന്ന് പറഞ്ഞു. ചേച്ചി ധൈര്യമായിട്ടിരിക്കുക, നമുക്ക് എന്തായാലും നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് പോസിറ്റീവായിരുന്നു. എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു. കാരണം ഞങ്ങളെല്ലാവരും ഭയങ്കരമായിട്ട് കരയുകയൊക്കെ ചെയ്തു. കാരണം ആദ്യമായിട്ടാണ് ഇങ്ങനൊരു അനുഭവം ഉണ്ടാകുന്നത്. മാതാവിൽ ഇത്രയും പ്രാർത്ഥിച്ച് ഭയങ്കരമായിട്ട് ഞാൻ വിശ്വസിച്ച്, എല്ലാവരും പറയുന്നത് പോലെ ഞാനും വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ഞാൻ ഒത്തിരി നാളായിട്ട് ആഗ്രഹിച്ചിരുന്ന കാര്യമാണ് എനിക്ക് നടന്നത്. ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര സങ്കടവും സന്തോഷവും എന്തെന്നില്ലാത്തൊരു ആനന്ദമൊക്കെ ആയിരുന്നു. പിന്നെ മാതാവിനെ എനിക്ക് സ്വപ്നത്തിൽ കാണാനുള്ളൊരു അനുഗ്രഹം ഉണ്ടായി. പിന്നെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പം, ഇവിടെ വന്നപ്പോൾ മുതൽ എനിക്ക് സുഗന്ധാഭിഷേകം കിട്ടുകയുണ്ടായി. പിന്നെ ഞാൻ സ്വപ്നത്തിൽ കണ്ടതെന്ന് പറഞ്ഞാൽ മാതാവിൻ്റെ കൂടെ ഒരു കുഞ്ഞ് നടന്നു പോകുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു. ഞാൻ എന്താണോ ഞാൻ ആഗ്രഹിച്ച അതേപോലൊരു സ്വപ്നമാണ് ഞാൻ കണ്ടത്. അതേപോലൊരു കുഞ്ഞിനെയാണ് എനിക്ക് മാതാവ് തന്നത്. ഒരു ഗ്രേ കളറ് ഉടുപ്പിട്ട കുഞ്ഞായിരുന്നു. ഞാൻ ആ ഉടുപ്പിന് വേണ്ടി ഇത്രയും നാൾ വെയിറ്റ് ചെയ്ത് കിട്ടിയില്ല. പക്ഷേ കിട്ടിക്കഴിയുമ്പോൾ ഞാൻ അവളെയും കൊണ്ട് ഉടുപ്പിട്ടുകൊണ്ട് വരുന്നതായിരിക്കും. ഗ്രേ കളറിൽ ഉടുപ്പിൽ വെള്ള പൂക്കളായിട്ടുള്ളൊരു ഡിസൈനായിരുന്നു. പല കടകളിലും ഞാൻ തപ്പി, പക്ഷേ എനിക്കിതുവരെ കിട്ടിയില്ല. അത് കിട്ടിക്കഴിയുമ്പോൾ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ ഒന്നുകൂടെ വന്ന് മാതാവിനെ കാണിക്കുന്നതായിരിക്കും. സുഗന്ധാഭിഷേകം, ഞാൻ അന്ന് ഇവിടെ വന്നപ്പോഴും സുഗന്ധാഭിഷേകം കിട്ടി. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് എനിക്ക് സ്വപ്നത്തിൽ സംഭവിച്ചതാണ്. പക്ഷേ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞ് പലരും പറയുന്നത് കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സ്വപ്നത്തിലല്ല, അത് ശരിക്കും എനിക്കിവിടെ അനുഭവിച്ചതാണ്. ഇന്ന് ഞാൻ രാവിലെ ഇവിടെ 7:30 ആയപ്പം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യമായിട്ട് അച്ഛനെ ഇവിടെ കാണുന്നത്. ഇത്രയും നാൾ ഞാൻ യൂട്യൂബിലാണ് കണ്ടുകൊണ്ടിരുന്നത്. അച്ഛനെ കാണാൻ പറ്റി, സിസ്റ്ററിനെ കാണാൻ പറ്റി. ഭയങ്കര സന്തോഷമായിരുന്നു. ഇവിടെ വന്നപ്പോൾ ആ ഫസ്റ്റിൽ തുടങ്ങിയപ്പോൾ മുതൽ എനിക്ക് ഭയങ്കര സുഗന്ധാഭിഷേകം. ഇവിടെ കൂടെ നടക്കുമ്പോഴൊക്കെ എനിക്കത് കിട്ടുന്നുണ്ട്. മോളിൽ ക്ലാസ് അറ്റൻഡ് ചെയ്തു, അവിടെയും ഒക്കെ ഇങ്ങനെ എനിക്ക് സുഗന്ധാഭിഷേകം എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഭയങ്കര സന്തോഷമായിരുന്നു. ഇന്നിവിടെ വന്നപ്പോൾ എനിക്ക് എന്താണെന്നറിയില്ല, മനസ്സ് ഭയങ്കരമായിട്ട് നിറഞ്ഞ് സന്തോഷത്തിലൂടെ ഞാൻ ഇരിക്കുന്നത്. പിന്നെ എനിക്ക് രണ്ടാമത് പറയാനുള്ള സാക്ഷ്യം, ഞാനൊരു വീട് ഒത്തിരി ആഗ്രഹിച്ചിരുന്നു. 1 രൂപ പോലും ഇല്ലാതിരുന്ന സമയത്ത് മാതാവ് എനിക്ക് ഞാൻ ഉദ്ദേശിച്ചതുപോലെ എൻ്റെ വീടിൻ്റെ അടുത്ത് എനിക്കൊരു അമ്പലം വേണമെന്നുണ്ടായിരുന്നു, ഒരു പള്ളി വേണമെന്നുണ്ടായിരുന്നു. അതെല്ലാം മാതാവ് കണ്ട് അനുഗ്രഹിച്ച് എനിക്കൊരു നല്ലൊരു ഭവനം തന്നു. ഞാൻ ഇന്ന് ആ ഭവനത്തിൽ നിന്നാണ് ഈ കുഞ്ഞിനെയും കൊണ്ട് സാക്ഷ്യം പറയാനായിട്ട് ഞാൻ ഇവിടെ വന്നത്. ഇത്രയധികം അനുഗ്രഹങ്ങൾ തന്ന മാതാവിന്, ഈശോ അപ്പയ്ക്കും ഒരുപാട് നന്ദി ഞാൻ പറയുന്നു. ഇനിയും എൻ്റെ ആഗ്രഹങ്ങൾ കുറേ സാധിക്കാനുണ്ട്. അത് ഇനി മാതാവ് എനിക്ക് സാധിച്ചു തരുമെന്ന് ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു. നേർച്ച വസ്തുക്കൾ, ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ അവിടുന്ന് ചേച്ചിമാർ എനിക്ക് ഉടമ്പടി ഉപ്പ് എനിക്ക് തന്ന് ഞാനത് കഴിച്ചിട്ടുണ്ട്.
ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ഞാൻ തൈലം കിട്ടിയത് എൻ്റെ നെറ്റിയിലും പ്രാർത്ഥിച്ചു കഴിഞ്ഞ് എൻ്റെ നെറ്റിയിലും അടിവയറ്റിലും ഞാനത് പുരട്ടിയിട്ടുണ്ട്. കുഞ്ഞുണ്ടായപ്പോൾ മുതൽ അവക്കും ഞാനിത് പറ്റിക്കൊടുക്കാറുണ്ട്. കഴിഞ്ഞ വർഷം ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഓൺലൈനായിട്ട് ഈ അഖണ്ഡ ജപമാല കൂടുമെങ്കിലും അതിൻ്റെ പിന്നത്തെ വർഷം എനിക്ക് കുഞ്ഞിനെയും കൊണ്ടിരുന്ന് ഓൺലൈനിൽ അഖണ്ഡ ജപമാല എനിക്ക് കൂടാൻ പറ്റി. അതൊക്കെ വലിയ അനുഗ്രഹമായിരുന്നു. ഈ പ്രാവശ്യവും ഞാൻ അവളെയും കൊണ്ട് ഓൺലൈനിൽ അഖണ്ഡ ജപമാല കാണുകയുണ്ടായി. ഇനി ഒരു പ്രാവശ്യം എനിക്കിവിടെ വരണമെന്നുണ്ട്. അതും മാതാവ് സാധിച്ചു തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ പുറത്താണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വെക്കേഷന് വന്ന സമയത്ത് എന്തെങ്കിലും ചെയ്യാനാണ് സാധിക്കുക. ഞാൻ ഈശോയുടെ നാമത്തിൽ എനിക്ക് കിട്ടിയ പത്രങ്ങളെല്ലാം ഞാൻ രോഗികളെ ഹോസ്പിറ്റലുകളിൽ ചെന്ന് കണ്ട് സംസാരിച്ച് ഞാൻ അവർക്ക് പത്രം കൊടുക്കുകയും പൊതിച്ചോറ് കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, പുറത്തായതുകൊണ്ട് നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഞാൻ ഓൺലൈനിൽ കാണുന്ന, സോഷ്യൽ മീഡിയയിൽ കാണുന്ന രോഗികൾക്കൊക്കെ പണം അയച്ചു കൊടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതിലൊക്കെ ഞാൻ വളരെ സന്തുഷ്ടയാണ്. ഇങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങിയത് ഞാൻ ഇവിടെ വന്ന് ഇവിടുത്തെ പ്രാർത്ഥനകൾ കേട്ട് ഇവിടുത്തെ സാക്ഷ്യങ്ങളൊക്കെ കേട്ട് ഒക്കെയാണ് എനിക്കത് ചെയ്യാൻ പറ്റിയത്. പിന്നെ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം എല്ലാ ചൊവ്വാഴ്ചകളിലും മുടങ്ങാതെ ഞാൻ കാണും. ചൊവ്വാഴ്ച കാണാൻ പറ്റിയില്ലെങ്കിൽ ആ ആഴ്ച തീരുന്നതിന് മുന്നേ എന്തായാലും ഞാൻ കണ്ടു തീർക്കും. എല്ലാവർക്കും അയച്ചു കൊടുക്കും. എൻ്റെ കാര്യങ്ങൾ ഞാൻ എല്ലാവരോടും പറയും. എൻ്റെ ഏറ്റവും വലിയ സാക്ഷിയാണ് എൻ്റെ കുഞ്ഞ്. നിങ്ങൾക്കും ഇതുപോലെ എല്ലാ സാക്ഷ്യങ്ങളും നിങ്ങളുടെ നിയോഗങ്ങളൊക്കെ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്കും സാധിച്ചു, നിങ്ങൾക്കും കിട്ടും. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും മാതാവിനും നന്ദി പറയുന്നു. 1000 നന്ദി. നിയമാവർത്തന പുസ്തകം 32-ാം അധ്യായം 10-ാം തിരുവചനം. അവിടുന്ന് അവനെ മരുഭൂമിയിൽ ശൂന്യത ഓരിയിടുന്ന മണലാരണ്യത്തിൽ കണ്ടെത്തി അവനെ വാരിപ്പുണർന്നു. താൽപ്പര്യപൂർവ്വം പരിചരിച്ച് തൻ്റെ കണ്ണിലുണ്ണിയായി സൂക്ഷിച്ചു. ഗീതുമോൾ പ്രത്യക്ഷീകരണ സാക്ഷിയായി ഈ അൾത്താരയിൽ കയറി വന്ന് നിൽക്കുന്നത് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ അവരുടെ ജീവിതഭാരം നൽകി ലഘൂകരിച്ചുകൊണ്ട് അവരെ അനുഗ്രഹിച്ചതിന് നന്ദി പറയാനാണ്. തൻ്റെ വിശ്വാസ പ്രഖ്യാപനം, ഈശോയെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു വലിയ വിശ്വാസ പ്രഖ്യാപനം നടത്താനാണ് ഗീതു ഇന്ന് ഈ അൾത്താരയിലേക്ക് കയറി വന്നിരിക്കുന്നത്. വിവാഹം കഴിഞ്ഞ് 6 വർഷമായി കുഞ്ഞുങ്ങളില്ലാതിരുന്ന ഒരു വലിയ സങ്കടക്കടലിലാണ് അവർ അഖണ്ഡ ജപമാലയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർക്ക് കൃത്യമായ ഒരു മെസ്സേജ് നൽകിയത്. അഖണ്ഡ ജപമാല ഇന്ത്യയിൽ നടന്നുകൊണ്ടിരുന്ന അതേ സമയം തന്നെ, ഇന്ത്യൻ ടൈമിൽ തന്നെ അവരവിടെ അഖണ്ഡ ജപമാല കൃത്യമായി പ്രാർത്ഥിച്ചതിൻ്റെ ഒരു വലിയ അഭിഷേകത്തിലായിരുന്നു അവരെല്ലാവരും. വളരെയധികം സന്തോഷാശ്രു പൊഴിക്കുവാനും ഒരു വലിയ ആന്തരിക സമാധാനം അവർക്ക് അനുഭവിക്കുവാനും സാധിച്ചു എന്ന് ഗീതു ഏറ്റുപറയുകയുണ്ടായി. അന്ന് തന്നെ അവർക്ക് എല്ലാവരും പ്രാർത്ഥിച്ചിരുന്നു ഗീതുവിന് ഒരു കുഞ്ഞുണ്ടാകണമെന്നുള്ളത്. ഉടനെ തന്നെ അവരെല്ലാവരും പറഞ്ഞു, നീ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ നിനക്ക് നല്ല ഒരു ഉത്തരമായിരിക്കും നൽകുന്നതെന്ന്. അവരുടനെ തന്നെ ടെസ്റ്റിന് പോയി. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് തൻ്റെ ഉദരത്തിൽ ഒരു കുഞ്ഞു വളരുന്നു, താൻ കൺസീവാണെന്നുള്ളൊരു വലിയ സന്തോഷ വാർത്ത പരിശുദ്ധ അമ്മയ്ക്ക് ലഭിച്ചതുപോലെ ഒരു മംഗളവാർത്തയായി ഗീതുവിന് ലഭിച്ചത്. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയുടെ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അവർക്ക് ഗീതുവിനെ സ്വപ്നദർശനത്തിലൂടെ പരിശുദ്ധ അമ്മ കുഞ്ഞിനെ കാണിച്ചു കൊടുത്തു. ഒരു കുഞ്ഞുടുപ്പിട്ട, ഒരു ഗ്രേ കളറിലുള്ള ഉടുപ്പുള്ള ഡിസൈനോട് കൂടിയ ഒരു കുഞ്ഞിനെ കാണിച്ചു. ആ കുഞ്ഞിൻ്റെ പെൺകുഞ്ഞായി ജനിക്കുകയും ചെയ്തു. അങ്ങനെ പരിശുദ്ധ അമ്മ നമ്മ ഉടമ്പടിയോട് വിശ്വസ്തരായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ വരാനിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മെ കൃത്യമായി അറിയിക്കുകയും ഈശോയുടെ അനുഗ്രഹവും അഭിഷേകവും നമുക്ക് ലഭിക്കുന്നതായി ഉടമ്പടിയിലുള്ള എല്ലാ മക്കളും ഇവിടെ വന്ന് സാക്ഷ്യം പറയുകയും അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയുടെ സാമീപ്യം അവർക്കുണ്ടെന്ന് തെളിയിക്കുന്ന സുഗന്ധാഭിഷേകം പല പ്രാവശ്യങ്ങളായി അവർക്ക് അനുഭവിക്കാൻ സാധിക്കുകയും ചെയ്തു എന്ന് ഗീതു ഏറ്റുപറയുകയാണ്. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ഉടമ്പടി ധ്യാനത്തിൽ ഇടയ്ക്കിടെ നമ്മോട് പറയും, മക്കളെ ഒന്ന് പ്രാർത്ഥിക്കൂ. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു വലിയ പ്രാർത്ഥന ഓർത്തെടുക്കുകയാണ്. കർത്താവായ ദൈവമേ, ഉടമ്പടി ജീവിതത്തിൽ അങ്ങയോട് കാണിക്കേണ്ട ദൈവസ്നേഹത്തിന് ഉപോൽപ്പന്നമായ അഭിഷേകം നൽകണമേ എന്ന് അച്ഛനൊരിക്കൽ പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാൻ ഉടമ്പടി ധ്യാനത്തിൽ നമ്മോട് പറയുകയുണ്ടായി. നമുക്കെപ്പോഴും അച്ഛൻ പറയുന്ന പ്രാർത്ഥനകളെല്ലാം ഏറ്റുചൊല്ലാം. നാം ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നോട്ടെടുത്ത് നമുക്ക്
നമുക്കത് ആവർത്തിച്ച് പ്രാർത്ഥിക്കുകയും വചനങ്ങൾ വീണ്ടും ഏറ്റുപറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. പരിശുദ്ധ അമ്മ നമ്മെ ഒരിക്കലും കൈവിടുകയില്ല. ഒന്ന് മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളത്, ഉടമ്പടിയിലെ ദൈവിക കാര്യങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമുള്ള കാര്യങ്ങളാണെന്ന് മാത്രം നമുക്ക് ഓർത്തിരിക്കാം. അത് തന്നെയാണ് ഗീതു ചെയ്തത്. എപ്പോഴും ദരിദ്രരോടുള്ള വലിയ കാരുണ്യത്തോടെ അവരെ കാണാനും എന്നെപ്പോലെ കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടി വിഷമിക്കുന്നവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാനൊക്കെ ഉള്ളൊരു വലിയ മനസ്സ് അഭിഷേകം ഇന്ന് ഇവർക്ക് ലഭിച്ചിരിക്കുകയാണ്. ഗീതുവിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നതോടൊപ്പം നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.